നമസ്കാരം. കഴിഞ്ഞ വർഷം അതായത് 2024 ഒക്ടോബർ 22-ന് ഇടുക്കിയിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ ബീഡിയിൽ കഞ്ചാവ് തിരികെ കയറ്റി തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു ചെന്നത് വർക്ക്ഷോപ്പ് എന്ന് കരുതി ചെന്നത് എക്സൈസിന്റെ മടയിലേക്കായിരുന്നു. അങ്ങനെ എക്സൈസ് വിദ്യാർത്ഥികളെ പിടിച്ച് പരിശോധനയിൽ രണ്ട് വിദ്യാർത്ഥികളിൽ നിന്നായി 5 ഗ്രാം കഞ്ചാവും 1 ഗ്രാം ഹാഷ് ഓയിലും പിടിച്ചെടുത്തു. അതായത് സ്കൂളുകളിൽ സർക്കാർ എത്രയൊക്കെ ലഹരി നിർമ്മാർജ്ജന പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും അതൊന്നും തന്നെ സ്കൂളിൽ ഏൽക്കുന്നില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്നലെ പാലക്കാട് ആനക്കര ഗവൺമെന്റ് സ്കൂളിൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും കുട്ടിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് പ്രസ്താവന ഇറക്കിയത്. അതോടെ മറ്റു കുട്ടികൾക്കും അധ്യാപകരുടെ മുന്നിൽ എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ്, എങ്ങനെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താനുള്ള ഒരു ലൈസൻസ് വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇന്നലെ കുട്ടികൾക്ക് നൽകി. എന്തിനും അധ്യാപകൻ വീഡിയോ ചിത്രീകരിച്ചു എന്ന് ചോദിച്ചാൽ ജീവന് ഭീഷണി ഉണ്ടായത് കൊണ്ട് മാത്രം. കൂടാതെ നിരപരാധികൾക്കെതിരെ നടപടിയെടുക്കുന്ന സംസ്ഥാന സർക്കാർ ആയതുകൊണ്ടാണ് അധ്യാപകൻ വീഡിയോ ചിത്രീകരിച്ചത്. നാളെ ആ കുട്ടിയുടെ അച്ഛൻ ഏതെങ്കിലും CPM പ്രവർത്തകനാണെങ്കിൽ അധ്യാപകന് സസ്പെൻഷൻ ഉറപ്പാണ്. ഈ സംഭവം ഏതെങ്കിലും ഒരു സ്വകാര്യ സ്കൂളിലായിരുന്നുവെങ്കിൽ ഈ സംഭവം പുറത്തറിയില്ലായിരുന്നു. സർക്കാർ സ്കൂളിലായതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം 4 ആളുകൾ അറിഞ്ഞത്. കൂടാതെ ശക്തമായ ഒരു PTA ഉള്ളത് കൊണ്ടും ഇതെല്ലാം പുറത്തേക്ക് വന്നു. പോലീസ് ഇടപെട്ടു. സ്വകാര്യ സ്കൂളിലായിരുന്നുവെങ്കിൽ സ്കൂളിന്റെ പേര് മോശമാകുമെന്ന ഒറ്റ കാരണത്താൽ അത് തേച്ചു മാച്ച് കളയുമായിരുന്നു. മാനസിക വൈകല്യമുള്ള വിദ്യാർത്ഥി ഇന്ന് സമൂഹത്തിന് വളരെ സ്വതന്ത്രമായി അവൻ ഇറങ്ങി നടക്കുമായിരുന്നു. മൊബൈൽ ഫോൺ തിരികെ വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഫോൺ തന്നില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്നുള്ള കൊലവിളി ഭീഷണിയും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ വീഡിയോയിൽ ഇന്നലെ ചെയ്ത വീഡിയോയിലുള്ള കണ്ടന്റ് അതാണ്. ഇതൊന്നും മറ്റു കുട്ടികൾ ഒരിക്കലും അനുകരിക്കരുത്. രക്ഷിതാക്കൾ അത് ശ്രദ്ധയോടെ വേണം കാര്യം ചെയ്യാൻ. എന്താണ് സംഭവം എന്ന് തന്നെയാണ് ഇന്നലെ ആ വീഡിയോ ഇട്ടത്. ഈ സംഭവം കേരളം ഒരിക്കലും നിസ്സാരമായി ഒരിക്കലും കാണരുത്. കാരണം പല കുട്ടികളും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ്. അവർ ഒളിച്ചും പാത്തും സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നോക്കാൻ ഒരു അധ്യാപകർക്കും സമയമില്ല. ഈ സംഭവത്തിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് മാത്രമായിട്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അധ്യാപകർ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും വിവരമോ മെസ്സേജോ വീഡിയോ ആ ഫോണിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഫോൺ വേണമെന്ന് ശാഠ്യം പിടിച്ചത്. ഈ കുട്ടിക്ക് ആദ്യം വേണ്ടത് കൗൺസിലിംഗ് തന്നെയാണ്. അതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസത്തിന് മുമ്പ് വീശുകുംകുട്ടി ഒരു പ്രസ്താവന ഇറക്കിയത്. സ്കൂളുകളിൽ ലഹരി വിമുക്തമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിരീഡ് ലഹരിക്ക് വേണ്ടി, ലഹരിയുടെ ദൂഷ്യവസ്തുക്കളുടെ അതിനുവേണ്ടി ക്ലാസ് എടുക്കാൻ മാറ്റിവെക്കണം, അതിനുവേണ്ടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കണം എന്നൊക്കെയുള്ള, അതിനുവേണ്ടി ഒരു അസംബ്ലി തന്നെ നടത്തണം എന്നൊക്കെയുള്ളത്. ഓരോ സ്കൂളിന്റെയും 300 മീറ്റർ ചുറ്റളവിൽ ഓരോ കടകളിലും കയറി എക്സൈസും പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ആ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കിട്ടുമെന്നത് ഉറപ്പാണ്. ഓരോ ബസ് സ്റ്റാൻഡുകളിലും ഇന്നും പൊതുമധ്യേ അന്യസംസ്ഥാന തൊഴിലാളികൾ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. അത് സ്കൂൾ കുട്ടികൾ മുതൽ ചെറിയ ചെറിയ പാക്കേജുകളിൽ ലഹരി മാഫിയകൾ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂള് തുറങ്ങുന്ന സമയത്തും സ്കൂളിന്റെ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ലഹരി പൊതികൾ കൈമാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനെതിരെ ഒരു അന്വേഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.